മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം. പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ചൂടുകൂടും. ധനസമാഹരണത്തിനെന്ന് ചെറിയാൻ പിലിപ്പ്. ഗൾഫ് പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചു. നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം നടക്കുന്നത്. ബഹ്റൈനു ശേഷം ഒമാനിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സന്ദർശനം. സൗദി ഒഴികെ എല്ലാ GCC രാഷ്ട്രങ്ങളിലും മുഖ്യമന്ത്രി എത്തും. പ്രതിപക്ഷ നേതാവിന് പിന്നാലെ മുഖ്യമന്ത്രി കൂടി ഗൾഫ് പര്യടനം നടത്തുന്നതോടെ പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ചൂട് കൂടും. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമത്തിലാണ് ബഹ്റൈനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം. ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ സന്ദർശനം കഴിഞ്ഞാൽ 24-നും 25-നും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും. 30-ന് ഖത്തറിലെത്തും. കുവൈറ്റിൽ അടുത്ത മാസം 7-നും UAE-ൽ 9-നും എത്തും. ഒമാനിൽ 26 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യാതിഥിയാകും. മസ്കറ്റിലെ അമിറാത്ത് പാർക്കിലാണ് പരിപാടി. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ UAE-ൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പ്രതിപക്ഷ സംഘടനകൾക്കുള്ള ആഹ്വാനമായി സന്ദർശനം മാറി. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാവില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരുക്കമായി സന്ദർശനം മാറും. ചുരുക്കത്തിൽ പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ചൂടടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ പ്രചരണത്തിനും ധനസമാഹരണത്തിനും വേണ്ടിയാണെന്ന വിമർശനവുമായി ചെറിയാൻ പിലിപ്പ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇവിടെ ഒരു മറുചോദ്യം ഉയരുന്നുണ്ട്. ആദ്യം ഗൾഫ് പര്യടനം നടത്തിയ സതീശൻ എത്ര രൂപ സമാഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ പര്യടനത്തെ വിമർശിച്ച ചെറിയാൻ പിലിപ്പ് സതീശൻ കൊണ്ടുവന്ന ഫണ്ടിന്റെ കണക്ക് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനാണെന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം.